പൂജയ്ക്ക് നട തുറന്നപ്പോൾ കണ്ണൻ തിരിഞ്ഞിരിക്കണു. കണ്ണാ, ഇതെന്താ ഇപ്പം ഇങ്ങനെ? കണ്ണൻ പിണക്കം, എല്ലാവരോടും പിണക്കാം. അതിനിപ്പോൾ ഇവിടെ എന്താ ഉണ്ടായേ? എന്താ ഉണ്ടായെന്നോ? അച്ഛൻ തിരുമേനി ഒക്കെ മറന്നൂല്ലേ? ഇന്നലെ ഉണ്ണിയോട് എന്താ പറഞ്ഞ്? മതി കണ്ണാ, ഇന്ന് ഇത്രയും വെണ്ണ കഴിച്ചാൽ മതി, നാളെ ഒരു കുടം നിറച്ചു വെണ്ണ തരാം എന്നല്ലേ പറഞ്ഞ്? എന്നിട്ടോ പൂജയ്ക്ക് ഒരുക്കിയിരുത്തിയിട്ട് തൃക്കൈ വെണ്ണ എന്നും പറഞ്ഞു ഒരു ഉരുളയാണ് ഉരുട്ടി ഉണ്ണിയുടെ കയ്യിൽ വച്ചേക്കണേ. ഇതാ നോക്കൂ, ഞാൻ മിണ്ടൂല. അച്ഛൻ തിരുമേനിയുടെ പുന്നാര കണ്ണനല്ലേ, ഒരു കുടമല്ല എത്ര വേണമെങ്കിലും വെണ്ണ തരാം, ഈ മുഖം ഒന്ന് തെളിഞ്ഞ് കാണാൻ. കണ്ണൻ അച്ഛൻ തിരുമേനി ഒന്ന് നോക്കി. സത്യമാണല്ലോ അല്ലേ? ഓവ്, സത്യം. ഇനി ഒന്ന് ഇങ്ങോട്ട് തിരിയാമോ? അച്ഛൻ തിരുമേനി കണ്ണൻ്റെ മുഖം ഒന്ന് കണ്ടോട്ടെ. ഇല്ല, ആദ്യം വെണ്ണക്കുടങ്ങൾ വരട്ടെ, എന്നിട്ട് കണ്ണനെ കാണാം. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. അച്ഛൻ തിരുമേനി പോയി വെണ്ണക്കുടങ്ങളൊക്കെ കൊണ്ടുവന്ന് നിരത്തി. എന്നിട്ട് വിളിച്ചു, ഉണ്ണിക്കണ്ണാ. അതാ മന്ദസ്മിതം പൂക്കി കണ്ണൻ വരണു. കണ്ണൻ്റെ ചിരി എന്ത് ഭംഗിയാ! കുടങ്ങളിൽ വെണ്ണ തുളുമ്പുന്ന പോലെ കണ്ണൻ്റെ കണ്ണുകൾ സന്തോഷം തുളുമ്പുന്നു. ഉണ്ണിക്കണ്ണൻ്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ നിറവേറുമ്പോൾ സകല ചരാചരങ്ങളിലും അതിൻ്റെ അനുഗ്രഹം നിറഞ്ഞു വർഷിക്കും. വെണ്ണ കണ്ണാ, ഉണ്ണി ഗോപാല, വെണ്ണ മാത്രമല്ല ഉണ്ണി, നിൻ കാൽക്കൽ ഈ ജന്മം മുഴുവനായി സമർപ്പിക്കുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു.